നമ്മൾ ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് അരിയണം. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യണത് ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, 2 സവാള, പിന്നെ 2 ചില്ലി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അരിയണം. നിങ്ങൾക്ക് ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ എടുക്കാം, പക്ഷേ ഞങ്ങളുടെ ടൊമാറ്റോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ നമ്മളിവിടെ സവാള അരിയുന്നുണ്ട് നോക്കാത്ത. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാള, ചില്ലി, ക്യാപ്സിക്കം ആൻഡ് ക്യാരറ്റ് നല്ല കുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോ, നല്ലതായിരിക്കും. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു എഗ്ഗ് പൊട്ടിക്കുന്നുണ്ട്. ആ ഒരു എഗ്ഗ് പൊട്ടിക്കുന്ന സൗണ്ട് വാ. നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇടുന്നുണ്ട്. യെസ്. നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പം നമ്മൾ മയോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസ് നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിയ മയോണൈസാണ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യേ. അപ്പോൾ നമ്മുടെ മയോട് സെറ്റായിട്ടില്ല. കൊച്ചുങ്ങളല്ലേ, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി നമ്മൾ ക്ഷമിക്കണം. അത് നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ആ ഒരു അടിച്ചു വെച്ചതിലേക്ക് ഓയിൽ ഒഴിക്കുക. അപ്പം നമ്മുടെ മയ ഇവിടെ ഇനിയിപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സത്യമാണ് പറയുന്നത്, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. പിന്നെ നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് അടിക്കാം. അപ്പം നമ്മുടെ മയ ഇവിടെ ഇങ്ങോട്ട് ഓയിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓയിലല്ല കേട്ടോ, വെളിച്ചെണ്ണയായിട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ ഇടുന്നുണ്ട്. നമ്മളിതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ചിക്കൻ മസാല. നമ്മളിതിലേക്ക് സവാള ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ക്യാരറ്റ് ഇടുന്നുണ്ട്. അപ്പം നമ്മളിതാ ഇതിലേക്ക് മുളക് ഇടുന്നുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ഇടുന്നുണ്ട്. നമ്മളത് ഇതിലേക്ക് ചിക്കൻ ഇടുന്നുണ്ട്. അപ്പം നമ്മളിതിലേക്ക് മയോണൈസ് വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മളിതിലേക്ക് സോസ് ഒഴിക്കുന്നുണ്ട്. സോസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വീഡിയോ എടുത്തില്ല. ബാക്കി മയോണൈസും പിന്നെ സോസും കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കിട്ടും. നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സോസ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഫാറ്റ് വെക്കാം. നല്ല രസം. അപ്പോൾ തന്നെ ഞങ്ങൾ കടിച്ച് പറിച്ച് തിന്നാൻ പോകുന്നത്. നമ്മൾ ഇത് കരിയും എല്ലാവർക്കും നോമ്പൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഈറ്റം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇച്ചിരി മസാല ചീസ്, അതായത് ഇതുപോലെ നമ്മൾ എല്ലാം സെറ്റായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 6 എണ്ണം. നമ്മളിതിലേക്ക് ഇച്ചിരി ഗീ ഒഴിക്കണ്ടേ.
നമ്മളിതിലേക്ക് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് നല്ല കൊതിയാണ്. അപ്പോൾ നമുക്കത് കഴിക്കാം. ജ്യൂസ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചീസും ചിക്കനും നല്ല ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ ചിക്കനൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടും പിന്നെ ഈ സവാളയും ക്യാപ്സിക്കൊക്കെ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഇങ്ങനെ കടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം വലിയ വേസ്റ്റ് നമ്മൾ ഇന്നത്തെ ടേസ്റ്റിലുള്ള പോലെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബൈ.